അപ്പോൾ ഞാൻ ശരണ്യ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സൗഹൃദം. നമ്മളെ ഇട്ടിട്ട് പോയ, അല്ലെങ്കിൽ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയ ഒരു സൗഹൃദം അല്ലേ. ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തായിരിക്കും, ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കും. നമ്മൾ എത്രയൊക്കെ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് നമ്മളെ വേണ്ടാത്തതുകൊണ്ടാണ് നമ്മളെ അവർ ഇട്ടിട്ട് പോയാട്ടോ. അപ്പോൾ നിങ്ങൾ അത്രയും ചിന്തിക്കുക. അപ്പോൾ ഇതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇട്ടിട്ട് പോയവർ ഹാപ്പി ആയിരിക്കും, നമ്മളാണ് എപ്പോഴും അതിൽ മണ്ടന്മാരാവുക. നമ്മൾ അവരെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ ഓർക്കുമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കത്തില്ല, നമ്മൾ സ്ട്രെസ്സൊക്കെ എടുക്കും, നമ്മൾ ഭയങ്കര ടെൻഷനാവും, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ മറന്നു പോകും കേട്ടോ. പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധക്കുറവുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, അവർക്ക് നമ്മളെ വേണ്ട. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അവർ ആ ഒരു ഭാഗം ഒരു ഉപേക്ഷിച്ചത്. അപ്പോൾ നമ്മൾ റിയാലിറ്റിയിലോട്ട് വരിക. അപ്പോൾ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. ആദ്യമൊന്നും നമുക്ക് അതിലോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലായി നമ്മളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളില്ലാതെ അവർക്ക് ഇരിക്കാൻ പറ്റുമോ, അവർ ഹാപ്പി ആയിരിക്കും, അങ്ങനെയൊക്കെ ചിന്ത വരുന്നുണ്ടോ. പക്ഷേ അതൊക്കെ വെറുതെയാണ്. നമ്മളില്ലെങ്കിൽ തന്നെ അവർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മളെക്കാൾ വലിയ ബന്ധങ്ങളൊക്കെ അവർക്കുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സങ്കടപ്പെടുക, നമ്മൾ കുറച്ചൊക്കെ വൈകാരികമായിട്ട് ചിന്തിക്കുക. പക്ഷേ ഫുൾ ഡിപ്രഷനിലോട്ടോ ടെൻഷനിലോട്ടോ പോകാതെ നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് വരിക കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിലും എനിക്ക് പ്രിയപ്പെട്ട, അതായത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ അതും പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കണം. അപ്പോൾ അതും അവിടെ അങ്ങ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ സങ്കടമുണ്ട്, വിഷമമുണ്ട്, ഉൾക്കൊള്ളാൻ നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാനും മറ്റുള്ളവരെ പോലെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ടെൻഷനൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ വരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ടെൻഷൻ അടിച്ചാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് ഉള്ള ഒരു ടെൻഡൻസിയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കുറയും. വെള്ളമൊക്കെ കുടിക്കാനൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കും കേട്ടോ. അപ്പോൾ പിന്നെ തലവേദനയൊക്കെ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെ പോകാതിരിക്കും. ഞാൻ എത്രയൊക്കെ എൻ്റെ മനസ്സിനോട് ശ്രമിച്ചാലും പിന്നെ ആ ഒരു റിയാലിറ്റി എനിക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ.